ഹായ് ഗൈസ്, ഇന്ന് എവിടെ നോക്കിയാലും പെണ്ണില്ല പെണ്ണില്ല പെണ്ണില്ല, നിങ്ങളുടെ അടുത്ത് പെണ്ണുണ്ടോ, എനിക്ക് കല്യാണം കഴിക്കാൻ പെണ്ണുണ്ടോ, ഇങ്ങനെ ചോദിക്കുന്ന ഒരു അവസ്ഥയാണ്. സകല ചെക്കന്മാരും പെണ്ണ് കെട്ടാൻ പൂതി വെച്ച് നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. പെണ്ണ് കെട്ടുക, പെണ്ണ് വേണം, പെണ്ണ് വേണം, ഇങ്ങനെ പെണ്ണും പിരാന്ത് കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുന്ന ആൾക്കാർ. എന്നാ ഈ മാട്രിമോണിയ പരസ്യങ്ങളിലോ ഈ പരസ്യം വരുന്നത് ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും 34, 35, 45, 40, 50, 55 എന്ന പെണ്ണുങ്ങൾ കണ്ടമാനം കിടക്കുന്നുണ്ട്. രണ്ടാം കല്യാണം. എന്നാ ഓലിക്ക് നിലവിൽ ഇല്ലാതെ പറ്റൂല, ഓലിക്ക് ഇങ്ങനെ ഫ്രഷായ ആൾക്കാരെ കിട്ടണം. ഈ തള്ളച്ചിയൊക്കെ ഇതാണ് ഇന്നത്തെ നമ്മുടെ നാട്ടിലുള്ള അവസ്ഥ. രണ്ട് ഭാര്യ എല്ലാവർക്കും പറ്റും, ഭാര്യയും കുട്ടികളും ഇല്ലാതെ പറ്റുമോ ചോദിച്ചാല് അങ്ങനെ അടുപ്പിച്ചൂല. ഇങ്ങനെ ഇവർക്ക് ഇങ്ങനെ ഫ്രഷ് ഇങ്ങനെ കിട്ടണം. ഏത് 25 പെണ്ണ് കിട്ടാത്ത കുട്ടികളെ കിട്ടണം, ചെക്കന്മാരെ കിട്ടണം. അതിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പൊ സകല ചണ്ടിയും ചെറുക്കും പോണ കാലാണിത്. പെൺകുട്ടികളുണ്ടല്ലോ ചണ്ടിയും ചെറുക്കും, പണ്ടൊക്കെ പറഞ്ഞിന് ആ സമയം വാക്കുണ്ടല്ലോ, ചണ്ടിയും ചെറുക്കും പോണ സമയമാണ്. അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ. ഞാൻ ഈ ചെക്കന്മാരോട് എനിക്ക് പറയാനുള്ളത് എന്താണ്, നിങ്ങൾ പെണ്ണിട്ടണ്ടടാ, എന്തിനാ അത് കെട്ടിയോലെ തന്നെ കുടുങ്ങിയെടുക്കാണ്. കെട്ടിയോലെ അവസ്ഥ നിങ്ങൾ കെട്ടിയോലോട് ചോദിച്ചു നോക്കണം. അപ്പോ നിങ്ങളൊരു കാര്യം ചെയ്യുക, പെണ്ണ് കെട്ടണില്ല നിങ്ങളോട് തീരുമാനിച്ച, അപ്പൊ എന്താവും, പ്രശ്നത്തിന് പരിഹാരമാവും. അപ്പൊ സകല ഈ പെണ്ണുങ്ങൾക്ക് ഒരു സ്വഭാവം ഉണ്ട്. പെണ്ണുങ്ങൾക്ക് അഹങ്കാരം കയറി കഴിഞ്ഞാലേ അത് പിടിച്ചാൽ കിട്ടൂല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി കെട്ടല്ല ചെക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആ കാര്യങ്ങളാണ് ആ കെട്ടുക പെണ്ണ് വേണം എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ചൊറിച്ചിലുണ്ടല്ലോ, അതൊന്ന് മാറ്റി വെച്ചാല് എല്ലാവരും ഒരു കുറച്ച് കാലത്തിന് ഒരു 5-6 കൊല്ലത്തിന് പെണ്ണിട്ടണില്ല എന്നുള്ളൊരു തീരുമാനം എടുത്താല് തീരുന്ന പ്രശ്നമുള്ള മക്കളേത്